പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും അതിനോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തും പ്രതിഷേധം നടക്കുന്നുണ്ട്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് നിലവിൽ ഈ വത്സയുടെ മൃതദേഹമുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ഈ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഒറ്റയാൻ്റെ ആക്രമണത്തിൽ വത്സയ്ക്ക് ആദ്യം തുമ്പിക്കൈ കൊണ്ട് അടിയേൽക്കുകയും പിന്നീട് ചവിട്ടി ആന കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. കൂടെ ഉണ്ടായിരുന്ന ഒരു മൂപ്പനായ വത്സയുടെ ഭർത്താവ് കൂടിയായ അദ്ദേഹത്തിനും പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ബി.ജെ.പി. നേതാവും നടനുമായ ദേവനുണ്ട്. ഈ സ്ഥലം ചാലക്കുടിക്കാരനാണല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഇവിടുത്തെ വന്യമൃഗ ആക്രമണങ്ങളും അവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും എല്ലാം നിങ്ങളൊക്കെ കാണും? ഇവിടെ ഞാനിതിപ്പോൾ അറിഞ്ഞിട്ട് ഓടി വന്നപ്പോൾ ഞാൻ കാണുന്ന ഒരു സ്ഥിതി, ഇവിടെ ആ ഒരു അമ്മയുടെ ശവശരീരം, പിന്നെ അമ്മയുടെ ഒരു ഭർത്താവ് വളരെ അധികം പരിക്കുകളോടെ മരണത്തോട് മല്ലടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ കാണുന്ന ഒരുപാട് പ്രതിഷേധങ്ങൾ ഞാൻ കണ്ടു. എൻ്റെ പിന്നിൽ ഒരുപാട് പാർട്ടികൾ, കോൺഗ്രസിൻ്റെ പാർട്ടികളൊക്കെ വന്ന് നിന്നിട്ടുകൊണ്ട് ഭയങ്കരമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്, പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യം പ്രതിഷേധമല്ല, പ്രതിവിധിയാണ്. വർഷങ്ങളായിട്ട് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ കാട്ടിൽ നിന്നും ആന ഇറങ്ങി. ഒരുപാട് വർഷങ്ങളെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിന് ഒരു പ്രതിവിധിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് എല്ലാത്തിനെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇതേവരെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരാളും ഇതിനെതിരായിട്ട് പ്രതികരിച്ചിട്ടില്ല. നമുക്ക് പ്രതിഷേധമല്ല ആവശ്യം, പ്രതിരോധമാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറി ഒരു പുതിയ, ഇവിടെ ആന ചവിട്ടിക്കൊല്ലുക മാത്രമല്ല, ആന ചവിട്ടിക്കൊല്ലുന്നു, മനുഷ്യന്മാർ അടിച്ചു കൊല്ലുന്നു ആൾക്കാരെ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം, ഒരു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ ഒരു കൂട്ടം മറ്റ് വിദ്യാർത്ഥികൾ. ഇവിടെ ഫെൻസിങ്ങിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഫെൻസിങ്ങുകളൊന്നും തന്നെ കഴിഞ്ഞ വർഷം ആ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മരണത്തിന് ശേഷം നടത്താമെന്ന് പറഞ്ഞത് ഒന്നും തന്നെ നടപ്പായിട്ടില്ല. ഈ സർക്കാർ വാഗ്ദാനങ്ങൾ ഉണ്ട്, പക്ഷേ ഇതുവരേക്കും അതിൻ്റെ പണി പോലും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളം ഭയാനകമാണ്? വളരെ ഭയങ്കരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ. ഈ കാടിലെ വന്യമൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങളുണ്ടല്ലോ. ജനങ്ങൾ ഭയങ്കര ഭീതിയിലാണ് ഇന്നിപ്പോൾ കേരളം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. കേരളം എല്ലാ മനുഷ്യരും, ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭേദമന്യേ, ഇന്ന് ജനങ്ങൾ, മലയാളികൾ വലിയൊരു ഭീതിയിലാണ്. തീർച്ചയായും. അതായത് ഈ ചാലക്കുടി ആശുപത്രിയിലാണ് നിലവിൽ ഈ മൃതദേഹമുള്ളത്. അതിനോടൊപ്പം തന്നെ മറുവശത്ത് മറ്റൊരു പ്രതിഷേധം കൂടി നടക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം MP ബെന്നി ബെഹനാൻ, ചാലക്കുടി മണ്ഡലത്തിലെ MP കൂടിയായ ബെന്നി ബെഹനാൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധ സമരം നടക്കുകയാണ്.